അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ കാരണങ്ങളും മറ്റു വിഷയങ്ങളുമൊക്കെ പഠനം നടത്തി പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് വായിക്കാനിടയായത് സുപ്രഭാതം ദിനപത്രത്തിലൂടെയാണ്. സുപ്രഭാതം കൊടുത്തിട്ടുള്ള ടൈറ്റിലും സബ് ടൈറ്റിലുകളും വാർത്തയുടെ മറ്റു വിശദാംശങ്ങളുമൊക്കെ വായിച്ചപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലേക്ക് തോന്നി. അതൊന്ന് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് മരണത്തിലേക്ക് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സബ് ടൈറ്റിലുകൾ ഇന്ധന വിതരണ സ്വിച്ചുകൾ 1 സെക്കൻഡ് ഓഫായി, പിന്നാലെ 2 എഞ്ചിനുകളും നിലച്ച് വിമാനം നിലം പതിച്ചു. 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ഇന്ധന വിതരണ സ്വിച്ചുകൾ 1 സെക്കൻഡ് ഓഫായതാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ 1 സെക്കൻഡിന് ശേഷം തുടർന്ന് തൊട്ട സമയത്ത് തന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 1 സെക്കൻഡിൻ്റെ വില 260ഓളം ജീവനുകളുടെ വിലയായിരുന്നു. അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നഫ്സിനും അവൻ്റെ സമയമെത്തിക്കഴിഞ്ഞാൽ പിന്നെ 1 സെക്കൻഡ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കുകയില്ല എന്നതാണ്. നമുക്കൊക്കെ ഈ വാർത്തകൾ വായിക്കുമ്പോൾ, ഇതുപോലുള്ള ദുരന്ത വാർത്തകളൊക്കെ വായിക്കുമ്പോൾ വിഷമങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങൾ നമുക്കൊക്കെ വരാറുണ്ട്, ദുഃഖത്തിൽ നമ്മൾ പങ്കാളികളാകാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമുക്കും ഇതുപോലുള്ളൊരു അവസാനം നമുക്കൊക്കെ ഉണ്ട്. ഈ ലോകത്തുനിന്ന് വിട പറയേണ്ട ആൾക്കാരാണ് നമ്മൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്. നമുക്കതിലൊന്നും സംശയവുമില്ല. എന്നാണ് എന്ന് നമുക്കറിയില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി ഇബാദത്തുകളൊക്കെ ചെയ്ത് എന്ന് നമ്മൾ മരിക്കുകയാണെങ്കിലും ആഖിറത്തിൽ വിജയിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നിങ്ങൾ ദുനിയാവിൽ ഒരു വിദേശി താമസിക്കുന്നത് പോലെ താമസിക്കുക, ഒരു വഴിയാത്രക്കാരനെ പോലെ നിങ്ങൾ ജീവിക്കുക. ഇവിടെ ശാശ്വതരാണ്, ഇവിടെ എന്നും ജീവിക്കാനുള്ളതാണ്, ഇവിടെ മരിക്കാതെ ഇത് തന്നെയാണ് ജീവിതം എന്ന് ചിന്തിക്കണ്ട. ഇവിടുന്ന് പോകാനുള്ള ആൾക്കാരെ പോലെ നിങ്ങൾ ജീവിക്കുക. എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ പ്രദേശവും സുഖവും സൗകര്യവും ഒക്കെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുണ്ടെന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഇതാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ. ഒരു പകൽ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പകലിൻ്റെ വൈകുന്നേരം നിനക്ക് ലഭ്യമാകുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഒരു വൈകുന്നേരം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പകൽ നീ കാണുമെന്ന്, ആ പകലിൽ നീ ഉണ്ടാകുമെന്ന് ഒരിക്കലും നീ വിചാരിക്കണ്ട. അതുകൊണ്ട് ഖുദ് മിൻ സിഹതിക ലിമർദിക, നിൻ്റെ ആരോഗ്യ സമയത്തിൽ നിന്ന് രോഗസമയത്തേക്ക് വേണ്ടി നീ പണിയെടുത്തോ. ഒമിൻ ഹയാത്തിക ലിമൗതിക, നിൻ്റെ ജീവനുള്ള ഈ കാലഘട്ടമുണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ നിന്ന് മരണത്തിന് വേണ്ടി നീ പണിയെടുത്തോ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അതാണ്. പടച്ചോനെ, എന്നാണ് ഈ ലോകത്ത് ഞങ്ങളൊന്ന് വിട പറഞ്ഞു പോകുകയെന്ന് അറിയില്ല. എന്നാണെങ്കിലും വിജയകരമായ രൂപത്തിൽ ആഖിബത്ത് നന്നായി മരണപ്പെട്ടു പോകണം. നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടും വേണം. അതിന് ഈ ആരോഗ്യ സമയം രോഗസമയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഈ ഹയാത്തു സമയം മരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.